ഈ ഒരു വിഷയം ഇപ്പോൾ കൊല്ലപ്പെട്ട ആളുകൾ എന്തായിരുന്നു, അവരുടെ രീതികൾ എന്തായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നമുക്ക് അതും കൂടി ഒന്ന് നടത്തിക്കളയാം. അതും കൂടി നമ്മളൊന്ന് പരിചയപ്പെടണം. അപ്പോൾ ആരാണ്, ഹൂ ആർ ദ ഹമാസ് ലീഡേഴ്സ് ഇസ്രായേൽ ടാർഗറ്റഡ് ഇൻ ഖത്തർ? അപ്പോൾ ഇതിൻ്റെ ഒരു ജമാഅത്തായിട്ട് അവർ ഒരുക്കുന്ന ഒരു വിരുന്ന്, അത് ആദ്യം നമുക്കൊന്ന് കണ്ടു കളയാം. ഓക്കെ, ഇത് ഒക്ടോബർ 7 2023 വിഷ്വലാണ്. അൽ ജസീറ ചാനലിൽ അവർ ഒക്ടോബർ 7 അവിടെ ഗാസയിൽ നടക്കുന്ന ആഘോഷവും ഇസ്രായേലിലേക്ക് പോയിട്ട് നടത്തിയ ആ തീവ്രവാദ ആക്രമണത്തിൻ്റെയും ദൃശ്യങ്ങൾ അൽ ജസീറ TV കണ്ടിട്ട് ഖത്തറിൽ അവരുടെ വസതിയിലിരുന്നിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് ചന്തി പൊക്കി കാണിക്കുന്ന പരിപാടിയാണ് ഈ കാണിക്കുന്നത്. എന്താണ് ഇവർ സ്തുതിക്കുന്നത്? ഞങ്ങൾ നടത്തിയ ആ വലിയ തീവ്രവാദ ആക്രമണത്തെ അവർ വിശേഷിപ്പിക്കുന്ന സ്വാതന്ത്ര്യ സമരം എന്നാണ്, റെസിസ്റ്റൻസ് എന്നൊക്കെ അവർ വിളിക്കും. ആ സാധനത്തിലുള്ള ആഹ്ലാദമാണ് കാണിക്കുന്നത്, അതിനോടുള്ള നന്ദി പ്രകാശിപ്പിക്കണം. അതിനുവേണ്ടി അള്ളാഹു അവരെ പിന്തുണച്ചു, അതിലുള്ള ആ ഒരു പിന്തുണ കൊടുത്ത് അതിലുള്ള സന്തോഷമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഇതിനോട് യോജിക്കാൻ കഴിയുമോ? എത്ര പേർക്ക് ഇതിനോട് യോജിക്കാൻ കഴിയും? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു തീവ്രവാദ ആക്രമണം കണ്ടിട്ട് അതിൽ ആഹ്ലാദിക്കുക, അതിൽ അള്ളാഹുവിനോട് സ്തുതി പറയാന്ന് പറയുമ്പോൾ നിങ്ങൾ പച്ചയായിട്ട് സമ്മതിക്കുന്ന എന്താണ്? അള്ളാഹു തീവ്രവാദികളോടൊപ്പമാണ്, അള്ളാഹു തീവ്രവാദത്തിനൊപ്പമാണ് എന്ന് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞത്? ഈ തിരിച്ചറിവ് തന്നെയാണ് എന്നെപ്പോലുള്ള ആളുകൾക്ക് ഈ മതത്തെ തള്ളി പറയാനും യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഐസിസ് ആണ്, യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഹമാസ് ആണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നതും. അത് തിരിച്ചറിഞ്ഞപ്പോൾ ഈ ഇസ്ലാം സാധാരണ പീസ് ലവിങ് ആയിട്ടുള്ള നല്ല മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ള സാധനമല്ല എന്നും, ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ ഇസ്ലാം എന്ന് പറയുന്ന സാധനം ആവശ്യമില്ല എന്നും, നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണെങ്കിലും നിങ്ങളെക്കൊണ്ട് തീവ്രവാദി പോലും ആക്കാൻ ഏറ്റവും മോശകരമായിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട ചെയ്തി പോലും നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇസ്ലാമിന് സാധിക്കുമെന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ ആ സാധനത്തെ എടുത്തിട്ട് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ് നമ്മളിവിടെ ഒരു എക്സ് മുസ്ലിമായിട്ട് മാറേണ്ടി വന്നത്. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതൊരു ചിന്തകളിൽ സംഭവിച്ചിട്ടുള്ള ഒരു എവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണ്ടേ, ഇത് മുസ്ലിങ്ങൾ തിരിച്ചറിയണ്ടേ. ഈ പറയുന്ന പ്രവൃത്തികളോട് എത്ര മുസ്ലിങ്ങൾ യോജിക്കും? ഇങ്ങനെ ഒക്ടോബർ 7 നടന്നത് ഒരു നരനായാട്ടാണ് എന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് ഹമാസ് അത് സമ്മതിക്കാതെ ഇവിടെ അതിന് അള്ളാഹുവിന് അൽഫഹം എന്തില്ല പറയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത്? എന്തിനു വേണ്ടിയായിരിക്കും? അപ്പോൾ ഇതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഹമാസിൻ്റെ തൊഴിലാളികൾ മാത്രം ചെയ്ത, മുതലാളിയൊക്കെ ചെയ്ത കാര്യമായിരിക്കും. അല്ല, ഈ ഗാസൻ ജനത ഇതിനെങ്ങനെയാണ് സ്വീകരിച്ചത്? അതിൽപ്പെട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരുന്നു? അതും നമുക്കൊന്ന് കണ്ടു കളയാം. ഒക്ടോബർ 7 ഗാസൻ ജനത നടത്തുന്ന ആഹ്ലാദം, ഇസ്രായേലിന് പണി കൊടുത്തതിൻ്റെ സന്തോഷം, അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന ആളുകളെ കാണുമ്പോൾ അവരുടെ ശരീരത്തിലേക്ക് തുപ്പുകയും അത് കണ്ടിട്ട് അവരെ ചീത്ത വിളിക്കുകയും അത് കൊണ്ടുവരുന്ന ആളുകളെ ആഹ്ലാദപൂർവ്വം സ്വീകരിക്കുകയും അതിനും അപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ അവരുടെ സന്തോഷം അർപ്പിക്കാൻ വേണ്ടി അല്ലാഹു അക്ബർ വിളിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന നടു റോട്ടിൽ സുജൂദ് ചെയ്യാൻ വരെ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഗാസൻ ജനതയുടെ ഇടയിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഇത് തിരിച്ചറിയുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഈ ഒരു പ്രശ്നം അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഹമാസ് തീർന്നേ പറ്റുള്ളൂ, ഹമാസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയേ പറ്റുള്ളൂ. അത് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അത് പറയാൻ ഇവിടെ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ഇതാണ് നമ്മൾ നോക്കുന്നത്. സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടുത്തെ സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകൾ, എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ പല വിശ്വാസികൾ പിന്നെ പോട്ടെ, അവരുടെ ഒരു ബാധ്യതയാണ് ഇതൊക്കെ കൊണ്ടു നടക്കുക എന്നുള്ളത്. കാരണം അവർ മതത്തിൽ പഠിച്ചതല്ലേ, അവർക്ക് ഇതുപോലെ പറഞ്ഞ് പാടി നടക്കാൻ പറ്റുള്ളൂ. അവസാനത്തെ ജൂതനെ കൊന്നു തീരുന്നവർ ലോകം അവസാനിക്കില്ല എന്നൊക്കെ വിശ്വസിച്ച് നടക്കുന്ന മദ്രസ ജീവികളോട്, മദ്രസ പൊട്ടന്മാരോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത് അവർ ചിന്തിച്ച് നടന്നോട്ടെ. പക്ഷേ ഈ ബോധമുണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ അവരെന്താ ഇതിൽ ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് ഹമാസ്, അവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്ന് വിളിക്കുന്ന സ്വതന്ത്ര ചിന്തകർ, അവർ ഹോസ്റ്റേഴ്സിനെ റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പ്രിസണേഴ്സിനെ റിലീസ് ചെയ്യട്ടെ ആദ്യം എന്ന് പറയുന്ന വോക്ക് ഉണ്ണാക്കന്മാർ, ഇതല്ലേ നമ്മളിവിടെ കാണുന്നത്. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒറ്റ വാക്ക് ഇത്രയേ ഉള്ളൂ, ഫക്ക് ഹമാസ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ടീഷർട്ട് ഇട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതന്ന് നമ്മൾ ഇസ്രായേലിൽ പോയ സമയത്ത് അവിടെ ആ ഒരു മാർക്കറ്റിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ഇങ്ങനെ കണ്ടു സൈഡിൽ. അപ്പോൾ അവിടെ ലൈവായിട്ട് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന സാധനമായിരുന്നു. അപ്പം തന്നെ അവിടെ കയറി അവർ ചുവന്ന ടീഷർട്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പച്ച ടീഷർട്ട് വേണം എന്ന് പറഞ്ഞ് അതിൽ നിന്നൊരു പച്ച ടീഷർട്ട് എടുത്തു, പ്രിൻറ്റ് ചെയ്തു, വാങ്ങി. ഇതാണ് ആ മുതലാണ് ഈ ഇരിക്കുന്നത്. ഞാൻ കഴുകാറ് പോലും, കഴുകി ഇനി ആ സ്റ്റിക്കർ അടർന്നു പോയാലോ എന്ന് മേടിച്ച് ഞാൻ കഴുകാറ് പോലുമില്ല. അത് ഈ യുദ്ധം തീരുന്നവരെ തൽക്കാലം ഇവിടെ ഉണ്ടാവും, ഹമാസ് തീരുന്നവരെന്തായാലും ഇവിടെ ഉണ്ടാവും. ഇതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇനി ഈ ഒരു കൊല്ലപ്പെട്ട വ്യക്തികളിൽ ഒരാളെ നമ്മൾ പരിചയപ്പെട്ടു, അല്ലെങ്കിൽ അതിലെ ഒരു എന്താണ് ഈ ഒക്ടോബർ 7 ഈ ഹമാസിൻ്റെ മുതലാളിമാർ ചെയ്തത് എന്ന് കണ്ടു. ഇനി ഇതിൽ കൊല്ലപ്പെട്ട ആളുകളുടെ ചില കാര്യങ്ങളൊന്നും നോക്കാം. അതിലൊന്ന് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ചങ്ങാതിയാണ് ഖാലിദ് മഷാൽ, കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ആൾ.
ഖാലിദ് മഷാനെ കുറിച്ച് കൂടുതൽ പറയാതെ തന്നെ നമുക്കറിയാം. കാരണം മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ സുപരിചിതനായ ഒരു ഹമാസ് തീവ്രവാദിയാണ് ഖാലിദ് മഷാൽ. ഹമാസ് തീവ്രവാദി എന്നൊന്നും നമ്മുടെ നാട്ടുകാർക്ക് നാവ് വഴങ്ങില്ല കേട്ടോ പറയാൻ. പക്ഷേ ഇനി പറഞ്ഞേ പറ്റുള്ളൂ, പറയുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം ലോകം മുഴുവൻ ഇതുപോലുള്ള ആളുകളൊക്കെ തീവ്രവാദികളായിട്ട് എപ്പോഴോ അവരെ ഡെസിഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോഴും അത് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അത് വിളിക്കാൻ കഴിയാത്തത്. ഈ ഒരു വിഷയത്തിലുള്ള വിയോജിപ്പ് പലതവണ BJPയുടെ നേതൃത്വത്തെയും അതുപോലെ തന്നെയുള്ള ആളുകളെയും പരമാവധി അറിയിക്കാവുന്ന പോലെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. കാരണം ഇത് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമാണ്. ഈ ഹമാസ് തീവ്രവാദികളെ തീവ്രവാദികളായിട്ട് പ്രഖ്യാപിക്കാനും ഹമാസ് എന്ന് പറയുന്ന ആ സംഘടനയെ ഒരു തീവ്രവാദ സംഘമായിട്ട് പ്രഖ്യാപിക്കാത്ത കാലത്തോളം ഇതിൻ്റെ പേരിൽ നടക്കുന്ന റാഡിക്കലൈസേഷൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുക. ഇപ്പോൾ മാടായി പാറയിലേക്ക് കയറി ചെന്നുകൊണ്ട് അവർ ചെയ്ത ആ പോക്കിരിത്തരം അതൊക്കെ സംഭവിക്കണം എന്താണ്? ഈ ഹമാസ് ഉയർത്തിവെക്കുന്ന രീതികളോടുള്ള ഒരു ആഭിമുഖ്യം, അതിൽ പെട്ടുപോയിക്കൊണ്ട് അവർ എടുത്തു ചാടുന്നതാണ് കാണുന്നത്. അതിലൂടെ അവർ ഇറക്കി വെക്കുന്ന ഒരു ജിഹാദി ഒരു കുൽസിതം, ഇതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ഡാമേജ് എന്താണ്? ഇവിടെ വലതുപക്ഷ ശാക്തീകരണമാണ് ഇവിടെ സംഭവിക്കുക. സംഖ്യയ്ക്ക് വളമാവുകയാണ് ചെയ്യുക. ഇത് അവർക്ക് പോലും മനസ്സിലാവുന്നില്ല എന്ന് വരുന്നിടത്ത്, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയേണ്ടതായിട്ട് വരും. പക്ഷേ അപ്പോഴും അതിനെ നമ്മൾ വിമർശിക്കില്ല. അവിടെ നമ്മൾ വിമർശിക്കുമ്പോൾ പോലും ഒന്ന് മയത്തിൽ വിമർശിക്കും. കാരണം എന്താണ്? ഇപ്പുറത്ത് ഹമാസിന് നൊന്താലോ. കാരണം പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവർ ചെയ്തതിൽ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹമാസിന് നിങ്ങൾ വെളുപ്പിക്കേണ്ടതായിട്ട് വരും എന്നതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഏതായാലും ഇവിടെ നമ്മൾ കണ്ട ഈ ഖാലിദ് മഷാൽ മലപ്പുറത്ത് ഒക്ടോബർ 27, 2023 കേരളത്തിൽ ഒരു വെർച്വൽ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഒരു പാലസ്തീൻ ഒരു ഐക്യദാർഢ്യ സമ്മേളനത്തിന് അഭിസംബോധന ചെയ്തൊരു തീവ്രവാദിയാണ്. ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഹമാസിൻ്റെ ഒരു ഫേസ് ആയിട്ട് നടക്കുന്ന സമയത്ത് ഒരു വളരെ ലക്ഷറിയിൽ ജീവിക്കുന്ന ഒരു ചങ്ങാതി, ഇദ്ദേഹത്തിനും ബില്യൺ കണക്കിന് ബാക്കപ്പ് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയും. ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ ജസ്റ്റ് ഒന്ന് കേട്ട് കളയാം. ഓക്കെ. 6 أكتوبر ما استعادوا سيناء وبدون 7 أكتوبر لن نستعيد فلسطين. طريق الجهاد والمقاومة هو الذي يستعيد الأوطان ويستعيد الكرامة والحرية ويحرر الأسرى. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് ഈ ഹമാസിൻ്റെ ചാർട്ടറിൽ 1988 ആർട്ടിക്കിൾ 13 അവരെഴുതി വെച്ച സാധനം ജിഹാദാണ് ഇതിൻ്റെ മാർഗ്ഗം എന്ന് പറയും. പിന്നീട് ഓസ്ലോ അക്കോർഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് അവർ വേറൊരു വേർഷൻ കൂടി ഇറക്കി. ഇതിനെ മാറ്റുകയല്ല ചെയ്തത്, വേറൊരു വേർഷൻ അവിടെ കൊണ്ടിറക്കി. എന്നിട്ട് അതിനകത്ത് ഈ ജിഹാദ് എന്നുള്ള വാക്കുകളൊക്കെ മാറ്റി. പക്ഷേ അതൊരു തക്കിയയുടെ തന്ത്രം മാത്രമാണ്. കാരണം അവർ പഴയത് റദ്ദാക്കിയെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മറ്റേത് അവിടെ ഉണ്ട്, ഇതിവിടെ ഉണ്ട്. ആവശ്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഒക്ടോബർ 7 ശേഷം ഇവർ നിന്ന് പ്രസംഗിക്കുകയാണ്, ഇതിന് നേതാക്കൾ നിന്ന് പ്രസംഗിക്കുകയാണ്. അതായത് Mashal called for jihad to escalate the conflict because violent resistance is what's required to take land and release security prisoners. ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഈ സെക്യൂരിറ്റി പ്രിസണർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതെന്തോ ഇസ്രായേൽ അവരോട് പക വിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അല്ല, അവിടെ പോയിട്ട് പോക്കിരിത്തരം കാണിച്ച. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ വെടിവെച്ചു. ആ വെടിവെച്ച ചങ്ങാതിമാർ പിടികൂടി അവർ പ്രിസണറിലിടും. അവരവിടെ മറ്റേ ജയിലിൽ അടച്ച് അതിന് വിചാരണ ചെയ്ത് കൊല്ലേണ്ടവരെ കൊല്ലും, വിട്ടയക്കേണ്ടവരെ വിട്ടയക്കും. നിയമപരമായിട്ടുള്ള നടപടികൾ അവിടെ കൈക്കൊള്ളും. ഇതാണ് സംഭവിക്കുക. ഒരു ജനാധിപത്യ അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന ഒരു പ്രക്രിയ നമ്മുടെ രാജ്യത്ത് പോലും നടക്കുന്ന കാര്യമാണ്. ഇത് തന്നെയാണ് ഇസ്രായേലും ചെയ്യുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യുന്നില്ല. അതുമാത്രമല്ല, അതിനകത്ത് ഇപ്പോൾ അവർക്ക് പട്ടിണി കിടക്കുന്നു എന്നുള്ള ചില റിപ്പോർട്ട് പോയതിൻ്റെ പേരിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ തന്നെ കോടതിയിൽ കേസ് വരികയും എന്നിട്ട് അതിൻ്റെ പേരിൽ ഇസ്രായേലിലെ ഈ ജയിലറകളിൽ പാർപ്പിച്ചിട്ടുള്ള ഗാസൻ പ്രിസണേഴ്സിന് ഭക്ഷണം മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഭക്ഷണം കൊടുക്കട എന്ന് പറയാൻ പോലും ജൂതന്മാരിൽപ്പെട്ടുള്ള ആളുകൾ മുന്നോട്ട് വരുന്നൊരു സംവിധാനം. അതാണ് അവിടുത്തെ സംവിധാനം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ ഇവർ പറയുന്നത് എന്താണ്? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമേ പാടില്ല. റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അതിൽ ഇസ്രായേൽ ഇല്ല. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ എത്രയൊക്കെ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി നിന്നിട്ട് റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇസ്രായേൽ ഇല്ല. അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. ആ ഇസ്രായേൽ ഇന്ന് ഇല്ലാതെയാകുമ്പോൾ അതിനകത്ത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ജൂതമനം മാത്രമല്ല ഇല്ലാതെയാവുക. അതിനകത്ത് അവിടെ ഉള്ള 20% വരുന്ന മുസ്ലിങ്ങളും ഡ്രൂസും അതുപോലെ മതമില്ലാത്തവരും എല്ലാവരും അതിനകത്ത് പെടും എന്നും കൂടി നിങ്ങളൊന്ന് ഓർക്കുക. ഇവരെ ഉൾപ്പെടെയാണ് നിങ്ങൾ അനൈലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ റിവർ ടു സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ. അതുകൊണ്ടാണ് നമ്മളതിനെ എതിർക്കുന്നതും അതിനെ ഒരു ഫ്രീ പ്ലേ സ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെ മാറ്റി വെക്കുന്നതും. അത്രയും നമുക്കതിൽ കാണേണ്ടതുള്ളൂ, പറയാനുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഖാലിദ് മഷാൽ പറഞ്ഞ എന്താണ്? ഒക്ടോബർ 7 ന്യായീകരിക്കുക. അത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മാർഗ്ഗമായിരുന്നു, അത് ഞങ്ങളുടെ ജിഹാദിൻ്റെ മാർഗ്ഗമായിരുന്നു, ഇതുപോലുള്ള സാധനങ്ങൾ ആവർത്തിക്കണം എന്ന് പറഞ്ഞു വെക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്തത് ഹൂറികളുടെ അടുത്ത് പോയിട്ട് തത്തിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾ എന്ന് പറയപ്പെടുന്നത് ഇദ്ദേഹമാണ്, ഖലീൽ അൽ ഹയ്യ. ഓക്കെ, ഇയാളെ വിളിക്കുന്നത് ഇപ്പോൾ പത്രത്തിലൊക്കെ ആണ് നെഗോഷിയേറ്റർ എന്നാണ് വിളിക്കുന്നത്. എന്ത് നെഗോഷിയേറ്റ് ചെയ്തെന്നായി പറയുന്നത്? ഈ മീറ്റിംഗ് കൂടി നെഗോഷിയേറ്റ് ചെയ്യാൻ പോയി എന്നൊക്കെയാണ് പറയുന്നത്. ആണെങ്കിൽ തന്നെ ഇവർ സ്വന്തം വീട്ടിലിരുന്നിട്ട് നമുക്കൊന്ന് കൂടാം, വാടാ ഒന്ന് വൈകിട്ട് അസംസ്കാരം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇരിക്കാം എന്ന് പറയുന്നതിന് നെഗോഷിയേഷൻ എന്നൊക്കെ നിങ്ങൾ വിളിക്കുമെങ്കിൽ തീവ്രവാദികൾ നെഗോഷിയേഷൻ നടത്തിയിട്ട്
ഇപ്പോൾ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാനാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ 7 കഴിഞ്ഞ് യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ആ ബാക്കി ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുത്തുകൊണ്ട് ഈ പരിപാടിക്ക് അവസാനിപ്പിക്കുകയല്ലേ വേണ്ടത്? അതെന്താ ചെയ്യാത്തത്? ഖത്തറിന് ഇത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അത് അന്നേ ചെയ്യേണ്ടതല്ലേ? എന്താ അത് ചെയ്യാത്തത്? അപ്പോൾ ഇവർക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ഖത്തർ എന്ന് പറയുന്നത് അത്ര നിഷ്കളങ്കമായ രാജ്യമൊന്നുമല്ല. അതെന്താണെന്നുള്ളത് വൈകാതെ നമുക്ക് ഒരു സൗദി ആയിട്ടുള്ള ഫൈനാൻസ് അവരുടെ ഫോറിൻ മിനിസ്റ്റർ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. തൽക്കാലം അത് അപ്പുറത്തേക്ക് നമുക്ക് മാറ്റുക. പച്ചയ്ക്ക് പറഞ്ഞാൽ ഖത്തർ അത്ര നിഷ്കളങ്കമായ രാജ്യമല്ല. ഈ ടെറർ ഫണ്ടിങ്ങും ടെറർ പ്രൊമോഷനും അത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും നില തുടങ്ങിയ കാര്യമല്ല. അത് കാലങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ US പല യൂണിവേഴ്സിറ്റീസിലും ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ ഫണ്ടിങ് ഈ പറയുന്ന ഖത്തറാണെന്നുള്ളത് തെളിവുകളുള്ളതാണ്. അവിടെയുള്ള പലതരം പ്രക്ഷോഭങ്ങളിലും അത് സംഭവിച്ചിട്ടുണ്ട്. പല പഠനങ്ങളെന്ന് പറഞ്ഞ് നമ്മളെ രാഹുൽ ഈശ്വറൊക്കെ പൊക്കിക്കൊണ്ട് വന്നിട്ടുള്ള പല പഠനങ്ങളും അതിനെല്ലാം ഫണ്ട് ചെയ്തിട്ടുള്ളത് പലതിലും ഈ ഖത്തർ തന്നെയാണ്. യൂറോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം അയൽപക്കത്തുള്ള രാജ്യങ്ങളിൽ പട്ടിണിയും പരിവട്ടവുമായിട്ട് ആളുകൾ ജീവിക്കുമ്പോഴും അതിന് ഇവിടെ പട്ടിണി കൊണ്ട് മരിക്കുന്ന വേളയിലും ഖത്തറിൽ നിന്നും ഫണ്ട് ഒഴുകുന്നത് യൂറോപ്പിലേക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? പള്ളി പണിയാനും ഇസ്ലാമിക് സെൻറ്റർ പണിയാനും വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയുള്ള ഒരു ഇസ്ലാമിക് ഇൻവേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അതോടൊപ്പം മറ്റ് പല രീതിയിൽ ഖത്തറിൻ്റെ ഇൻഫ്ലുവൻസ് ഇവിടെ വരികയും നമ്മൾ DW എന്ന് പറയുന്ന പണ്ടൊരു മീഡിയയിൽ ഒരു റിപ്പോർട്ട് തന്നെ ഇതിനെക്കുറിച്ച് വന്നു അധികം നാൾ കഴിഞ്ഞാൽ ആ സാധനം അവിടുന്ന് ടേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അത്രമാത്രം ഇൻഫ്ലുവൻഷ്യലായിട്ട് നിൽക്കുന്നു. യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും മേഖലകളിലും ഷെയർസ് ബൈ ചെയ്തുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു മേജർ സ്റ്റേക്ക് ഹോൾഡർ ആയിട്ട് ഖത്തർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഖത്തറിൻ്റെ അമീറിന് ഇപ്പോൾ UK കാര്യം പറയുന്നത് അവിടുത്തെ പ്രിൻസിനുള്ളതിനേക്കാൾ കൂടുതൽ ചില പ്രോപ്പർട്ടി ഉണ്ട് എന്നും കൂടിയാണ് പറയപ്പെടുന്നത്. അത്രമാത്രം ഇൻഫ്ലുവൻസ് ഖത്തറിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്നും വന്ന ഈ ഒരു സമ്പന്ന രാജ്യം സത്യത്തിൽ ഒരു ഇസ്ലാമിക് ഇൻവേഷൻ ഇന്ന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പണ്ട് ചെയ്തിരുന്ന പല രാജ്യങ്ങൾ വേറെയുണ്ട്. സൗദിയൊക്കെ ഇതേ പണി തന്നെയാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സ്വന്തം മൂട്ടിൽ പൊട്ടാൻ തുടങ്ങിയപ്പോൾ, കാര്യങ്ങൾ പിടികിട്ടാൻ തുടങ്ങിയപ്പോൾ അവരതിൽ നിന്ന് പിൻവാങ്ങി. ഇന്നിപ്പോൾ സൽമാൻ രാജകുമാരനൊക്കെ വന്ന് നിന്നുകൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഇതിന് നേർ വിപരീതമായിട്ട് അവരുടെ സ്വന്തം നാട്ടിൽ ജിഹാദികളെ കൊന്നുകുഴിച്ചു മൂടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അതിനൊരു മാറ്റം വരുത്താതെ UAE ഒക്കെ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള രാജ്യമാണ്. പക്ഷേ ഇപ്പോഴും അതിൽ മാറ്റമില്ലാതെ നിൽക്കുന്നത് ഖത്തറാണ്. ഈ ഖത്തറിനെ ഒരു വേള നിങ്ങൾ ഓർക്കുന്നുണ്ട് 2013-14 ആയിട്ട് മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയൊരു അകറ്റി നിർത്തൽ, സെപ്പറേറ്റ് ചെയ്യുന്നൊരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ സാമ്പത്തിക ഇടപാടുകളും ബിസിനസ് ഡീൽസും എല്ലാം തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് ഖത്തറിനെ അവിടെ ഒഴിവാക്കുന്നൊരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഖത്തർ അത്ര നിഷ്കളങ്കമായ ഒരു രാജ്യമല്ല. ഈ ഖത്തറിൽ ഇരുന്നു കൊണ്ട് ഇവർ നെഗോഷിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആളെ പറ്റിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി എന്ന് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഇയാളെ നെഗോഷിയേറ്റർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഈ നെഗോഷിയേറ്റർ എന്താ വിളിച്ചു പോയിക്കൊണ്ട് നടന്നിരുന്നത്? ഇദ്ദേഹം ഈ ഓരോ അറ്റാക്ക് നടക്കുമ്പോഴും ഈ നെഗോഷിയേഷൻ്റെ ഭാഗമായിട്ട് എന്താണ് സത്യത്തിൽ ഇയാൾ നെഗോഷിയേറ്റർ എന്ന് വിളിക്കുന്നത് തെറ്റാണ്. ഹി മസ്റ്റ് ബി എ ലിയൈസൺ എന്ന് വേണം നമുക്ക് പറയാം. അതായത് ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ജിഹാദികളെ തമ്മിൽ ഒരുമിപ്പിക്കാൻ, അതാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഹൂത്തികളുമായിട്ട് അതല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായിട്ട് അങ്ങനെയുള്ള ഈ ജിഹാദി ഫോഴ്സുകളുമായിട്ട് എല്ലാവരുമായിട്ട് വളരെ നല്ല ബന്ധം. എന്നിട്ട് ഇവരെല്ലാവരും യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് അറ്റാക്ക് ചെയ്യും. അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അതിനുവേണ്ട കൃത്യമായ ഒരു വെള്ളവും വളവും ഒരുക്കി കൊടുത്തിരുന്ന ഒരു ചങ്ങാതിയാണ് ഈ ചങ്ങാതി. ഇങ്ങനെ പറയണത് എന്താണെന്ന് കേട്ടോളൂ. وأمتنا تشاهد وتتابع شعبنا وهو يذبح ويجوع ويقتل ويباد على الهواء مباشرة في أبشع محرقة نازية في العصر الحديث. أليس من المؤلم بل من المفجع أن يحصل المحتل المجرم الصهيوني على دعم لا محدود فيما لا تمتد لشعبنا يد تدعمه حتى لو بالطعام ومقومات الحياة. إننا ندعو دول ومكونات الأمة العربية والإسلامية إلى قطع كافة أشكال العلاقات السياسية والدبلوماسية والتجارية مع الكيان الصهيوني، كما ندعو جماهير الأمة إلى التعبير عن الغضب الكامن في صدورهم بكل الوسائل والسبل جراء ما يجري في غزة الحرة. إن فلسطين تناديكم، غزة وأهلها يناشدون فيكم نخوة العرب وأصالة الإسلام، وينتظرون منكم فعلا لا قولا. فالصمت اليوم جريمة وليس عجزا. ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എത്ര തവണ നിങ്ങൾ റീപ്ലൈ ചെയ്ത് കണ്ടോളൂ സൗകര്യം പോലെ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എത്ര തവണ ഇതിൽ ഈ ഇസ്ലാം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നു.
അതുപോലെ അറബ് നേഷൻസ് എന്ന് പറയുന്നു. അപ്പോൾ ഇസ്ലാം എന്തിനാ അവിടെ കൊണ്ടുവരുന്നത്? നമ്മൾ പറയാറുണ്ട് ഈ വിഷയത്തിൻ്റെ പിന്നിൽ ഇത് ഇന്നും സോൾവ് ആവാതെ നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഈ വിശ്വാസമാണ്. അപ്പോൾ ഇവിടെ ഈ സയനിസ്റ്റ് നേഷൻ അതിനെ ഇല്ലാതെയാക്കുക, ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യുക, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അനൈലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് അവർ മുന്നോട്ട് വെക്കുന്ന കാരണം എന്ന് പറയുന്നത് ഇസ്ലാമികമായ കാരണങ്ങളാണ്. ഇസ്ലാമികമായ ഒരു ബാധ്യതയായിട്ടാണ് അതിനെ അവർ പഠിപ്പിക്കുന്നതും ഇതിൻ്റെ നേതാക്കൾ വന്ന് നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിൽ ഇവരെ പോലുള്ള ആളുകൾ എന്താണ് ഈ സീസ് ഫയർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ വേണ്ടി നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇവർ പറഞ്ഞു വെക്കുന്നതാണ് October 7 will continue to be a source of pride. Our people served as an impenetrable shield for the resistant. Israel supporters will be punished even if it takes time. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഒരു വശത്ത് നിന്നിട്ട് ഞങ്ങൾ ഭയങ്കര സീസ് ഫയറിന് നെഗോഷിയേറ്റ് ചെയ്യാൻ നടക്കുകയാണെന്നും കൂടി പറഞ്ഞു വെക്കുമ്പോൾ ഇത് എങ്ങനെ ശരിയാവുക? ഇത് രണ്ടും കൂടി എങ്ങനെ ചേരുക എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും മറുവശത്ത് പോയി നിന്നിട്ട് ഈ ടെററിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ നെഗോഷിയേഷൻ എന്നല്ല പറയുക, ഇതിനെ കൂട്ടിക്കൊടുപ്പെന്നാണ് പറയുക. അപ്പോൾ ഇദ്ദേഹത്തെ നമ്മളൊരു അസൽ കൂട്ടിക്കൊടുപ്പുകാരൻ എന്നാണ് വിളിക്കേണ്ടത്. ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ ജിഹാദി, അത്രയേ ഉള്ളൂ, വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ ആളുകളെയും നിങ്ങൾക്ക് പരിശോധിക്കാം. അടുത്ത ആളെയും കൂടി ഒന്ന് കേട്ടോ, സാഹിർ ജബ്രൈൻ. ഇദ്ദേഹം ദ മണി മാൻ എന്നറിയപ്പെടുന്ന ആളാണ്, ഹമാസിൻ്റെ ബാങ്കർ. ഹീ സാങ്ഷൻ ഫോർ ലോണ്ടറിങ് മണി വിയ ടർക്കി ആൻഡ് ഖത്തർ. ഹീ ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഡിറക്റ്റിംഗ് ടെറർ അറ്റാക്സ് ഇൻ ദ വെസ്റ്റ് ബാങ്ക്, സേയിങ് ഡ്രോപ്സ് ഓഫ് ബ്ലഡ് വിൽ become a roaring river that will remove the occupation. Without Jabrain, Hamas wouldn't be able to pay its murderers. അതായത് ഈ നമ്മുടെ ഹമാസിന് വലിയ തോതിൽ സാമ്പത്തിക ബാധ്യതകളുണ്ട്. അതായത് ഈ അറ്റാക്ക് നടത്തുന്ന ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക, അവർ കൊല്ലപ്പെട്ട അവരുടെ ഫാമിലിയിലേക്ക് പെൻഷൻ കൊടുക്കുക, ഇൻജാതി പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് ഇവർ ആളെ കൂടെ നിർത്തുന്നത്. വലിയ സാമ്പത്തിക ബാധ്യതയാണ്. അപ്പോൾ ഇദ്ദേഹമൊക്കെ എന്താ പറയണമെന്ന് കേട്ടോ. أنا أقول أنه بإذن الله عز وجل كل قطرات هذه الدماء ستتحول إلى جداول لتصبح نهر هادر من المقاومة والفعل الجهادي والنضالي لزوال هذا الاحتلال عن أرضنا. ഇദ്ദേഹം ഉപയോഗിച്ച വാക്ക് അള്ളാഹുവിൻ്റെ അപാരമായ ആ സഹായത്താൽ നമ്മൾ ജിഹാദ് ചെയ്ത് അതിൽ വിജയിക്കും. ജിഹാദ് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഈ പലസ്തീനിയൻ കോസ് എന്ന് പറയുന്ന സാധനത്തിൽ നെഗോഷിയേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധ പീസ് ടോക്സോ ഇതൊന്നുമല്ല അവിടെ വർക്കൗട്ട് ചെയ്യാൻ വന്നത്. അതൊക്കെ എന്താണ് വെയിൻ എൻഡവേഴ്സ്, ഫ്രൂട്ട്ലെസ് എൻഡവേഴ്സ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അവരുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. പകരം അവർക്ക് വേണ്ടത് എന്താണ്? ജിഹാദാണ്. ഹോളി വാർ എന്നാണ് അവരതിൻ്റെ ട്രാൻസ്ലേഷനിൽ അവർ തന്നെ കൊടുത്തിരിക്കുന്ന അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇതാണ് അതിൽ പറയുന്നത്. ഇതേപോലെ അടുത്ത ആൾ മുഹമ്മദ് ദർവേഷ്, ദ ചെയർ. ഇദ്ദേഹം ഓൾസോ നോൺ ആസ് അബു ഒമർ ഹസൻ. ഹീ ഈസ് ഹെഡ് ഓഫ് ഹമാസ് ഷൂറ കൗൺസിൽ, ദ കോൺസുലേറ്റ് ബോഡി. ഈ ഷൂറ കൗൺസിൽ എന്നൊക്കെ പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ എന്തെങ്കിലും വരുന്നതിന് അത് തികച്ചും സാന്ദർഭികം അല്ലെങ്കിൽ യാദൃശ്ചികം മാത്രം. ഓക്കെ, ദ കൺസൾട്ടേറ്റീവ് ബോഡി ദാറ്റ്സ് ലൈക്ക് എ പാർലമെൻറ്റ് ആൻഡ് board of directors rolled into one. He and the council set Hamas' overall agenda affecting its military, political, religious and financial policies. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പണി എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൽ സ്ഥിരീകരണമോ അല്ലെങ്കിൽ മറ്റുള്ള സംഗതികളൊന്നും വരാത്തതെന്ന് ചോദിച്ചാൽ ഇഞ്ചാതി ഈ അങ്ങാടിയിൽ ഈ തറവാട്ടിലുള്ള മുതലുകളെല്ലാം ഇന്ന് അവിടെ തിരിച്ച് അവിടെ പോയി. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് കേൾക്കാൻ പറ്റും. ഇനി അടുത്തത് ഹുസാം ബദ്രൻ, ദ സ്പോക്സ്മാൻ, ദ മാസ്റ്റർ മൈൻഡ് ഓഫ് സൂയിസൈഡ് ബോംബിങ്സ് ഇൻക്ലൂഡിംഗ് ദ Barrow and Dolphinarium. He is responsible for the murder of over 120 Israelis. Freed in the Shalit deal, the media refers to him as mere spokesman. He vowed if we negotiate, it will be with weapons in our hand. നിങ്ങൾ പറഞ്ഞല്ലോ നെഗോഷിയേഷൻ. ഇവരുടെയൊക്കെ വാക്കുകൾ എന്താണ്? നെഗോഷിയേഷൻ is only with weapons. قال في 2002 جاءني نائب رئيس الشباك إلى التحقيق وأصبح رئيس الشباك لاحقا، ومن ضمن أسئلة كثيرة سألني هل يمكن أن تفاوضون أنتم كحماس؟ قلت له بصريح العبارة وكنت يعني تحت التحقيق في تلك المرحلة أنه إذا جاء يوم وتفاوضنا نحن وأنتم سواء بطريقة مباشرة أو غير مباشرة، كان كلام يعني سياسي وفكري، فسوف نفاوضكم والسلاح بأيدينا، إن أخذنا ما نريد كان به وإلا أعدنا الرصاص في صدوركم. കേട്ടല്ലോ. അപ്പോൾ ഇതാണ് ഇവരുടെ കയ്യിലിരിപ്പ്. ഇത് ഷിൻബെറ്റിൻ്റെ ഓഫീസറോട് ഇൻ്റോഗ്രേഷൻ്റെ ടൈമിൽ പറഞ്ഞ കാര്യമാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇത് ഇപ്പോൾ പറയുമ്പോൾ വിചാരിക്കും ഇത് ഇദ്ദേഹം എവിടെ നിന്നും എടുത്ത് പറഞ്ഞു. ഇതാണ് നമ്മൾ ആദ്യം കേൾപ്പിച്ച സാധനം. നിങ്ങളൊക്കെ ഭീരുക്കളാണ്, ജിഹാദിനെക്കുറിച്ച് പച്ചയ്ക്ക് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, അവിടെ നിങ്ങൾ നെഗോഷിയേഷൻ അല്ല, നിങ്ങൾ നേരെ യുദ്ധത്തിന് ഇറങ്ങുകയാണ് വേണ്ടത് എന്ന് ഉസ്താദുമാർ പഠിപ്പിക്കുന്നത് ഇവിടെയാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഇതാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്ത ആൾ മൂസ അബു മർസൂഖ്, ദ ഡിപ്ലോമാറ്റ്, എ ഹമാസ് ഫൗണ്ടർ. ഹീസ് ബീൻ എ US ഡെസിഗ്നേറ്റ് ടെററിസ്റ്റ് സിൻസ് ദ 90s. ഇദ്ദേഹമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. ഇദ്ദേഹത്തെ വെടിവെച്ച് കൊന്നതിനാണ് അവിടെ നിലവിളി. ഹി റെഗുലർലി ഗീവ്സ് ഇൻ്റർവ്യൂസ് പോസിംഗ് ആസ് എ മോഡറേറ്റ് ആൻഡ് ഹാസ് ക്ലെയിംഡ്
Hamas is willing to put down its weapons, which the group then denies. He famously explained that the tunnels in Gaza were meant to protect Hamas, not civilians. ഇതാണ് അവർ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇദ്ദേഹം വലിയ ഒരു ഡിപ്ലോമാറ്റാണ്, മോഡറേറ്റ് ആണ് എന്നൊക്കെ കാണിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുമ്പോൾ സത്യത്തിൽ ഇവരെന്താ പോർട്രേ ചെയ്യുന്നത്? വളരെ മികച്ച തീവ്രവാദികളാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇദ്ദേഹം എന്താ പറയണമെന്ന് കേട്ടോ. عليهم أن ينخرطوا مع شعبهم ليقاوموا هؤلاء المحتلين، عليهم أن يفعلوا ما يستطيعونه لمقاومة هؤلاء المحتلين، عليهم أن لا يخضعوا، نعم في الداخل وفي الخط وفي كل مكان. അപ്പോൾ കേട്ടല്ലോ, കൂടുതലൊന്നും നമുക്ക് പറയാനില്ല, ഒന്നുകൂടി വേണമെന്ന് കേട്ടല്ലോ. على العرب هؤلاء أن لا يكونوا معزولين، عليهم أن ينخرطوا مع شعبهم ليقاوموا هؤلاء المحتلين، عليهم أن يفعلوا ما يستطيعونه لمقاومة هؤلاء المحتلين، عليهم أن لا يخضعوا، نعم في الداخل وفي الخط وفي كل مكان. ഇദ്ദേഹം ഗ്യാസ് ലൈറ്റ് ചെയ്യാണ്. ആരെയാണ് ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നത്? ഇസ്രായേലിനകത്ത് സമാധാനപൂർവ്വം ജീവിക്കുന്ന അറബികളായിട്ടുള്ള മുസ്ലിങ്ങളോടാണ് ഈ പറയുന്നത്, ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ പോരാടണം, എന്നുവെച്ചാൽ അവരെ കൊണ്ടും ഈ പറയുന്ന വാളെടുപ്പിക്കണം. മര്യാദയ്ക്ക് ജീവിക്കാൻ ആരെയും അനുവദിക്കില്ല. ആരെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ അവരൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി എങ്ങനെയൊക്കെ ജിഹാദിൻ്റെ ആശയം കുത്തി നിറച്ച് അവരെ ഇളക്കി വിടും. ഇതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കുക, ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പിൻ്റെ ആശാന്മാരാണ് സത്യത്തിൽ ഇവിടെ നിന്നിട്ട് തീവ്രവാദികളെ കൊല്ലപ്പെടുമ്പോൾ ഇവിടെ അവർക്കെതിരെ പ്രതിഷേധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങിത്തിരിക്കുന്നത്. ഖത്തറിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ പ്രതിഷേധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ DYFI ഒരു പോസ്റ്ററൊക്കെ ഇറക്കിയിട്ടുണ്ട്. അവർ പ്രതിഷേധിക്കാൻ പോകാണെന്ന് കേൾക്കുന്നത്. ഇത് എന്താണ് സംഭവിക്കുന്നത്? ഖത്തറിൽ കൊന്നു എന്നതിൻ്റെ പേരിലാണോ, അതോ ഈ കൊല്ലപ്പെട്ട ആളുകൾ ഇവരായിപ്പോയി എന്നതിൻ്റെ പേരിലാണോ? നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് പ്രതിഷേധിക്കുന്നത്? നിങ്ങളൊന്ന് പറയാം. ഖത്തറിനെതിരെയാണ്, ഖത്തറിൽ കയറി ഇത് ചെയ്തു എന്നതിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം വേറെ ഉണ്ട്. ഇനി അതല്ല, ഈ കൊല്ലപ്പെട്ടത് തീവ്രവാദികളായി പോയി എന്നത് അറിയാതെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം തന്നെയാണ്. രണ്ടായാലും ഈ പ്രതിഷേധം നിങ്ങൾക്ക് ബാക്ക് ഫയർ ചെയ്യാൻ പോകുന്നൊരു സാധനമാണെന്നുള്ളൊരു സംശയം വേണ്ട. കാരണം എന്താണ്? ഒരു ഉദാഹരണം പറഞ്ഞു, ഇത് ഈ ഹമാസിൻ്റെ മറ്റൊരു നേതാവ് പറഞ്ഞൊരു കാര്യം, ഇസ്രായേൽ ആദ്യ ലക്ഷ്യം മാത്രം, ലോകം മുഴുവൻ ഞങ്ങളുടെ കീഴിൽ വരും, ഭീഷണിയുമായി ഹമാസ് കമാൻഡർ. ഇത് നമ്മളുടെ ഈ ഒക്ടോബർ 7 കഴിഞ്ഞ് ഒരു 12-ാം തീയതി ഒക്കെ ആയപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുള്ള ചില വാർത്തകളിലൂടെ നമ്മൾ കാണുന്ന കാര്യമാണ്. അവിടെ എന്താ നമ്മൾ കാണുന്നത്? ഹമാസിൻ്റെ കമാൻഡർ പറഞ്ഞ കാര്യമാണ്. ഇത് ഒരു തുടക്കം മാത്രം. ഇസ്രായേൽ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ സ്ഥലം, അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്തത് ഇതിങ്ങനെ വരും. ഈ ഗ്ലോബലൈസ് ഇൻതിഫാദ എന്ന് പറയുന്ന സാധനം നമ്മൾ ഓർക്കേണ്ടത് ഇവിടെയാണ്. ഇതാണ് ഗ്ലോബലൈസ് ഇൻതിഫാദയുടെ തുടക്കം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ വിചാരിക്കണ മാതിരി ഒരു ഗാസയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സാധനമല്ല. ഇത് ഈ ഒരു ആശയം ഇത് എക്സ്പോർട്ട് ചെയ്യും. കാരണം എന്താണ്? ഇതൊരു പാൻ ഇസ്ലാമിക് ഒരു അജണ്ടയാണ്. ഇതിന് ഒരു രാജ്യാതിർത്തികളില്ല. ഇത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെയും കൂടി അങ്ങോട്ട് നമ്മളുടെ പരിധിയിലാക്കി കഴിഞ്ഞ് പിന്നെ അടുത്തതിലേക്ക് ഇറങ്ങും. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ ഈ നേപ്പാളിൽ വലിയ വിഷയം നടക്കുമ്പോൾ നമ്മളിവിടെ കുറേ ആളുകൾ കിടന്നിട്ട് ഇതുപോലെ നമ്മുടെ നാട്ടിലും വരുന്നത് എന്ത്, ഈ കുത്തഴിഞ്ഞ ഇത്തരത്തിലുള്ള ഈ ഹൂളിഗാനിസം ഇതുപോലുള്ളൊരു സാധനം നമ്മുടെ നാട്ടിൽ വരണം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം? ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടു, ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ സമൂഹത്തിൽ വലിയ തോതിൽ ഇത്തരത്തിലുള്ള ഒരു മോബ് മെൻറ്റാലിറ്റി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതിൽ ഏറ്റവും കൂടുതൽ വയലൻ്റായിട്ട് നിൽക്കാൻ സാധ്യതയുള്ള ഒരു സമൂഹമാണ് ഈ മുസ്ലിം സമുദായം എന്ന് പറയുന്നത്. കാരണം ഇളക്കി വിടാൻ വളരെ എളുപ്പമാണ്. കാരണം ഒരു പള്ളിയിൽ ഒരു കുത്തുബ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു അസർബാങ്ക് കൊടുത്തിട്ട് മൈക്ക് കൂടെ വിളിച്ച് പറഞ്ഞാൽ വാളും പരിചയമെടുത്ത് ഇറങ്ങാൻ ഇഷ്ടംപോലെ ആളെ കിട്ടും. കാരണം ഇതാണ് കശ്മീരി പണ്ഡിറ്റുകൾ നേരിട്ടുള്ള സാധനം. അവർക്കെതിരെ നടന്നത് അതാണ്. ഇതേപോലെ ഓരോ വിഷയത്തിലും മാറാട് കലാപത്തിൽ പോലും നടന്നത് അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയണം. അപ്പോൾ എല്ലായിടത്തും ഈ പറയുന്ന രീതിയിൽ ഇളക്കി വിടാൻ എളുപ്പമായിരിക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ ഇത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ഈ പലസ്തീനിയൻ അതോറിറ്റി അതിൻ്റെ തന്നെ മുതലാളിയായിട്ടുള്ള മഹ്മൂദ് അബ്ബാസ് തന്നെയാണ് പറയുന്നത് നായിൻ്റെ വക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് ആളുകൾ, അങ്ങനെയൊക്കെ വിളിക്കാമോ, മോശം ലാംഗ്വേജ് ഉപയോഗിക്കാമെന്നൊക്കെ ചെയ്യും. ഇത് മോശം ലാംഗ്വേജ് ഒന്നുമല്ല. ഇത് അവരെ വിളിച്ച സാധനം, അവർക്കിട്ട പേര് തന്നെയാണ് നമ്മൾ വിളിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല. അവർക്ക് ഇട്ട പേര് അബ്ബാസ് അവരെ വിളിച്ചത്, ഹമാസിനെ വിളിച്ചത് സൺസ് ഓഫ് ഡോഗ്സ് ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഡിഫിക്കാർ അവരെ സ്വാതന്ത്ര്യ സമര പോരാളികളെന്നും സമര സേനാനികളെന്നൊക്കെ വിളിക്കുന്നതിൻ്റെ ഇടയിൽ സ്വന്തം നാട്ടിലെ ജനത അവരെ വിളിക്കുന്നത് എന്തെന്ന് നായിൻ്റെ മക്കളെ എന്നാണ്. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. എന്നിട്ട് അവരോട് പറയുന്നത് എന്താണ്? നിങ്ങൾ ഹോസ്റ്റേഴ്സിന് വിട്ടുകൊടുക്കുക, യുദ്ധം ഒന്ന് അവസാനിപ്പിക്കുക, നിങ്ങൾ ഈ പറയുന്ന ആയുധം ഒന്ന് താഴെ വെക്ക് എന്ന് അവരോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ നമ്മളിവിടെ കാണുന്നത് എന്താണ്? ഇവരെ സ്വാതന്ത്ര്യ സമര പോരാളികളാക്കി അവരെ നിലനിർത്തുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. ഇനി ഈ മീഡിയ അതിനകത്തേക്ക് വരുമ്പോൾ ഇത് നമ്മൾ ഇന്നലെ കണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ് ഇസ്രായേൽ ഖത്തറിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ ആക്രമിച്ചത് ശരിയായില്ല എന്നാണ്. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്താണ്? ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഖത്തറിൽ എന്തുകൊണ്ട് ഹമാസിന് ഇതേപോലെ ഹാർബർ ചെയ്ത് വെച്ചിരിക്കുന്നു? വൈ ഹമാസ് ഇൻ ഖത്തർ? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. എന്തുകൊണ്ട്? അതാരും ചോദിക്കുന്നില്ല. ഇതല്ലേ നമ്മൾ സത്യത്തിൽ ചോദിക്കേണ്ടത്. അത് ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതെ നമ്മളുടെ 2011 10-ലെങ്ങാണ്ടല്ലേ ഈ സംഭവം, എന്തായാലും ഓർക്കുന്നുണ്ടാവും.
13 അല്ലേ ജസ്റ്റിസ് ഹാസ് ബീൻ ഡൺ, US ഫോഴ്സസ് കിൽ ഒസാമ ബിൻ ലാദൻ എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? പാകിസ്ഥാൻ്റെ അകത്ത് ഇതേപോലെ അബോട്ടാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളുടെ ഒസാമ ബിൻ ലാദനെ ഒളിച്ച് താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അവിടേക്ക് കടന്നു വന്നുകൊണ്ട് ആരുടെയും അറിയിപ്പ് ഒന്നും കൊടുക്കാതെ തന്നെ അമേരിക്ക നേരെ ചെല്ലുന്നു, അയാളുടെ വീട് ആക്രമിക്കുന്നു, ഇയാളെ കൊല്ലുന്നു. ഇതാണ് സംഭവിച്ചത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളുടെ രേഖാചിത്രമൊക്കെ വരച്ച് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ അവിടെ കണ്ടത്? അബോട്ടാബാദ് കോമ്പൗണ്ടിലേക്ക് ചെല്ലുന്നു, എന്നിട്ട് അവിടെ അയാൾ താമസിച്ചിരുന്ന വീട് ആക്രമിച്ച് അയാളെ കീഴ്പ്പെടുത്തുന്നു, ഒസാമ ബിൻ ലാദനെ കൊന്നു. ഇതാണ് സംഭവിച്ചത്. അന്ന് ആരെങ്കിലും ഇതുപോലെ ചോദിച്ചോ? എന്നാലും പാകിസ്ഥാനിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അമേരിക്ക ചെയ്തത് ശരിയായില്ല എന്നാണോ നമ്മളിവിടെ പറഞ്ഞത്? അതോ നമ്മൾ ഒസാമ ബിൻ ലാദനെ കൊന്നത് നന്നായി എന്നാണ് പറഞ്ഞത്? ഇന്ത്യ എന്താണെന്ന് പ്രതികരിച്ചത്? ഇന്ത്യ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ബിൻ ലാദൻ കില്ലിംഗ് കൺഫേംസ് പാകിസ്ഥാൻ ഈസ് സാങ്ച്വറി ഫോർ ടെററിസ്റ്റ് സെയ്സ് ഇന്ത്യ. ഇതാണ് ഇന്ത്യ എന്ന് പറഞ്ഞത്. സമാനമായ രീതിയിൽ ഹമാസ് ഒരു ടെററിസ്റ്റ് ആണെന്ന് നിങ്ങൾ സമ്മതിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് പിടികിട്ടില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുകൊണ്ട്. ഇത് പിടികിട്ടിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക? അതായത് ഹമാസ് ലീഡേഴ്സ് കില്ലിംഗ് കൺഫേംസ് ഖത്തർ ഈസ് എ സാങ്ച്വറി ഫോർ ടെററിസ്റ്റ് എന്ന് നമ്മൾ പറയില്ലേ? നമ്മൾ പറയേണ്ടതല്ലേ? ഇതല്ലേ സത്യത്തിൽ നമ്മൾ പറയേണ്ടത്? പക്ഷേ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇത് ബോധമുള്ള ആളുകൾ ചോദിക്കും, നമ്മളെപ്പോലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് ബോധമുണ്ട് കുറച്ച്, അതുകൊണ്ടാണ്. വെൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എലിമിനേറ്റഡ് ബിൻ ലാദൻ ഇൻ പാകിസ്ഥാൻ, ദ ക്വസ്റ്റ്യൻ വാസൻറ്റ് വൈ ഈസ് ദ US അറ്റാക്കിംഗ് എ ടെററിസ്റ്റ് മാസ്റ്റർ മൈൻഡ് ഇൻ പാകിസ്ഥാൻ, ബട്ട് വൈ വാസ് പാകിസ്ഥാൻ ഷെൽട്ടറിങ് എ ടെററിസ്റ്റ് മാസ്റ്റർ മൈൻഡ് അറ്റ് ഓൾ? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഖത്തർ എന്തിന് ഹമാസിനെ ഇതേപോലെ ഹാർബർ ചെയ്യുന്നു എന്നത് നമുക്ക് ചോദിക്കാൻ കഴിയുന്നില്ല. ഇതാണ് അതിൻ്റെ പ്രശ്നം. ഇത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് പലസ്തീനിയൻ ആയിട്ടുള്ള ആളുകൾ ഈ ഗാസ റീജിയനിൽ ഇന്ന് നടക്കുന്ന വിഷയങ്ങളിൽ പഠിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഗാസക്കാരനായിട്ടുള്ള വ്യക്തി ഇന്ന് US ജീവിച്ചുകൊണ്ട് ഒരു റീബിൽഡിംഗ് പാലസ്തീനിയൻ അവിടുത്തെ സംവിധാനങ്ങളൊന്ന് ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആൾ അഹമ്മദ് ഫവാദ് അൽ ഖാത്തിബ്, ഇതാണ് ആളുടെ പേര്. ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുന്നു. നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലൊക്കെ ഫോളോ ചെയ്യാം. പല ആളുകളുണ്ട് ഇതേപോലെ ഈ ഗാസൻ ജനത അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ലീഡേഴ്സ് പറയുന്നത് 2 rockets were launched. ഇത് ഇന്നലത്തെ ഒരു ചിത്രമാണ്. 2 rockets were launched from central Gaza yesterday towards Israel, with one hitting an open field, causing a small hole and generating immense backlash and ridicule among Gazans on social media. അതായത് ഗാസൻ ജനത പോലും അതിനെ തള്ളി പറയാണ്. Numerous comments pointed out how Hamas resistance is deadly embarrassment that's prolonging the war and causing the destruction of Gaza for no reason whatsoever. Decrying the terror groups' continued refusal to disarm, leave the strip and stop holding civilians their hostage to a futile terror agenda that's become a nihilistic dead end. Jihadi resistance will never free Palestinians. അപ്പോൾ ഗാസക്കാരായിട്ടുള്ള ആളുകൾ പോലും പറയുകയാണ്, അതായത് ജിഹാദി റെസിസ്റ്റൻസ് വിൽ നെവർ ഫ്രീ പലസ്തീനിയൻസ്. അതുപോലെ ഹമാസിൻ്റെ റെസിസ്റ്റൻസ് ഇസ് ഡെഡ്ലി എംബാരസ്മെൻറ്റ് ദാറ്റ്സ് പ്രൊലോങ്ങിങ് ദ വാർ എന്ന് ഗാസക്കാർക്ക് പറയാൻ സാധിക്കുന്നിടത്ത് നമ്മുടെ നാട്ടിലുള്ള വോക്കോളികൾക്കും സ്വതന്ത്ര ചിന്തകർക്കും അത് പറയാൻ സാധിക്കുന്നില്ല എന്നിടത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ജനോസൈഡ് ഉണ്ട്, അവിടെ പട്ടിണി ഉണ്ട് എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്കത് കാണുമ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളാനേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ ചിരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ ചിരി കൂടിപ്പോയി, പഞ്ചാര അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പല കംപ്ലയിൻറ്റ് കണ്ടെത്തുക. ആൾക്കാർ അങ്ങനെ ചെയ്യാനേ നമുക്ക് ഉദ്ദേശമുള്ളൂ. കാരണം നിങ്ങൾ ഒരു ജനത അനുഭവിക്കുന്ന പ്രശ്നത്തെ എടുത്തു വെച്ചിട്ട് അതിനകത്ത് ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് കാണിച്ചിട്ട് ആളുകളെ പറ്റിക്കുന്ന, അവരെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന പണി നിങ്ങൾ എടുക്കുമ്പോൾ അത് തിരിച്ചു വെച്ചിട്ട് നിങ്ങളെ കളിയാക്കാൻ തന്നെയാണ് നമുക്ക് പറ്റുള്ളൂ. അത് തന്നെ നമ്മൾ ചെയ്യുള്ളൂ. അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണണ്ട, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാണാൻ പറ്റുന്നത് വേറെ ഉണ്ടല്ലോ നമ്മുടെ ചാനൽ, അത് നിങ്ങൾ സമാധാനമായിട്ട് കണ്ടിരുന്നോളൂ. ഇപ്പം ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ഇതുപോലുള്ളത് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നോ? ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതുപോലെ ആളുകളുടെ ഈ ഒരു അവസ്ഥ ഇതുപോലെ കൊണ്ടെത്തിക്കുകയും അത് വെച്ചുകൊണ്ട് ആളുകളെ ഇതേപോലെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടെ അവസ്ഥയെ ഇതേപോലെ മുതലെടുത്തുകൊണ്ട് പിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിക്കുന്ന നിങ്ങളുടെ ഈ തുറപ്പൻ പരിപാടി അത് നിങ്ങൾ അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് ഗാസൻ ജനത പറയും. ഇനി മിഡിൽ ഈസ്റ്റിലുള്ള ഒരു ഈജിപ്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റും ദാലിയ സിയാദ നമ്മളെ ചാനലിൽ വരും എന്ന് ഞാൻ പറഞ്ഞു. അടുത്ത മാസമൊക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുവരാം. The Arab media is getting hilarious. The main message they are all saying now is around the lines, how come Israel strikes the innocent Qatar that has been trying to help Israel release hostages? ഇതാണ് എല്ലാവരും ചോദിക്കുന്നതെന്നാണ് പറയുന്നത്. എന്നാലും ഈ നെഗോഷിയേഷനൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഇതുപോലെ എല്ലാ സഹായ ഹസ്തങ്ങളും നീട്ടിയ ഖത്തർ അവിടെ പോയിട്ട് നിങ്ങൾ ഖത്തറിനെ ആക്രമിച്ചത് എങ്ങനെ ശരിയാവും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവർ ചോദിക്കുന്ന ഇതാണ്, ഖത്തർസ് അൽ ജസീറ yesterday was celebrating the Jerusalem bus attack. ഇതേ സമയം ഇന്നലെ നടന്ന അറ്റാക്ക് ഒരിക്കൽ പോലും ഈ അൽ ജസീറ അതിനെ
അങ്ങനെ ടെറർ അറ്റാക്ക് എന്ന് വിളിച്ചത്. നമ്മുടെ നാട്ടിൽ പോലും വിളിച്ചിട്ടില്ല. ഒരു പലസ്തീനിയൻ ഭീകരാക്രമണം എന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇന്ന് ചില മാധ്യമങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ, ഖത്തറിൽ ഇസ്രായേലിൻ്റെ ഭീകരാക്രമണം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് ഇതിലെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. And the leaders of Hamas residing in Doha made statements applauding the attack as a heroic act and calling for more similar attacks. ഇതുപോലുള്ള സാധനങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ, പോരട്ടെ എന്ന് പറയുന്നു. Trying to portray Qatar as a peacemaker or conflict mediator won't work this time. അതാണ് ഇതിൽ നമുക്കും പറയാനുള്ളത്. അതായത് ഇവിടെ ഖത്തർ ഒരു മീഡിയേറ്ററേ അല്ല, അവരുടെ നാട്ടിൽ ഇവരെ ഒളിപ്പിച്ചിരുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇഫ് ഖത്തർ ഹോസ്റ്റ് ഹമാസ് ടെററിസ്റ്റ് ഫണ്ട്സ് Hamas terrorist operations, whitewashes their crimes with its mighty media machine and rigs ceasefire deals to throw them lifelines, then don't preach sovereignty now or act surprised when the state you enabled these terrorists to attack response inside your own territory. അപ്പോൾ നിങ്ങളുടെ സ്വന്തം നാട്ടിൽ കൂടൊരുക്കി കൊടുത്ത് വെള്ളവും വളവും പണവും ഒക്കെ കൊടുത്ത് വളർത്തി വലുതാക്കിയ തീവ്രവാദ സംഘം ഏതെങ്കിലും രാജ്യത്തെ പോയി അറ്റാക്ക് ചെയ്യുമ്പോൾ ആ രാജ്യം അവരെ തേടി തിരിച്ചു വന്ന് നിങ്ങളുടെ കുടുംബത്ത് കയറിയിട്ട് പണിയുമ്പോൾ വെറുതെ നിന്നിട്ട് ഞെട്ടിയിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം. അത് ചോദിച്ചു വാങ്ങുന്നതാണ്, ഖത്തർ ചോദിച്ചു വാങ്ങിയതാണ് എന്നാണ് ആര് പറയുന്നത്? ഈ പറയുന്ന ഈജിപ്ഷ്യൻ അനലിസ്റ്റ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗാസൻ ജനത പറയുന്നത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നം നേരിട്ട് ഫേസ് ചെയ്ത് ഈ ദാലിയ സിയാദ് അവരുടെ കഥ നേരിട്ട് നിങ്ങൾക്ക് കേൾക്കാം. എന്നാലും ഞാൻ പറയുന്നത്, ഇവർ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടു വളർന്ന് ഈജിപ്തിൽ ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങൾ കണ്ടു വളർന്ന് ഒരു വഴിക്കായിട്ട് അതിൽ നിന്നും അവർ മനസ്സുമടുത്ത് അവർ ഈ സാധനം വിട്ടൊഴിഞ്ഞ് പോയ ആളുകളാണ്. അവരെ നാട് കടത്തുന്ന അവസ്ഥ അവരുണ്ട്. അവർ ജീവനും കൊണ്ട് ഓടിയതാണ്. അവരാണ് ഈ കാര്യം ഇരുന്നത്. മൊസാബ് ഹസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഫൗണ്ടർ ഓഫ് ഹമാസിൻ്റെ മകനാണ്. ആ ആളോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ വാപ്പാനോട് ഇപ്പോഴും സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആൾ പറയുന്നില്ല. സ്നേഹമില്ല എന്ന് മാത്രമല്ല, അവർ ചെയ്യുന്ന സംഗതികൾക്ക് ഞാൻ നല്ലൊരു ഉത്തരമായിട്ട് ഒരു മറുപടിയായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നും കൂടി പറഞ്ഞാണ് അയാൾ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ആരായി പറയുന്നത്? നിങ്ങൾ ഈ പറയുന്ന ഹമാസ് പോരാളിയുടെ സ്വന്തം മകനാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇസ്രായേലിലുള്ള ഏതെങ്കിലും വേട്ടാവളിയന്മാരുടെ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അവരെ വിലിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗാസൻ ജനതയിൽ നിന്ന് തന്നെയുള്ള നിങ്ങൾ പറയുന്ന പീഡിത സമൂഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ അവരിതുപോലെ കാര്യങ്ങൾ പറയുമ്പോൾ അവരെയും നിങ്ങൾ വേട്ടാവളിയന്മാരാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തള്ളുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവർ പറയുന്നത് എന്താണ്? ഹമാസ് തീരണം, ഹമാസ് അവിടെ ഒടുങ്ങണം, അവർ ചെയ്യുന്നത് ശരിയല്ല, ജിഹാദ് അവസാനിപ്പിക്കണം, ഇത് ഞങ്ങളുടെ ജീവിതം കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത്, ഈ യുദ്ധം നീളുന്നതിന് കാരണം ഹമാസാണ്. ഇതെല്ലാം പറയുന്ന ആരാണ്? ഈ ഗാസൻ ജനത പീഡിത സമൂഹത്തിൽപ്പെട്ടുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങളത് എടുക്കുമോ ഇല്ലേ? ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഇരട്ടത്താപം കൊണ്ട് നടക്കരുത്. ഇനി നേരത്തെ പറഞ്ഞു ഈ ഹമാസ് ഇവരെ ഈ ഖത്തറിൽ നിൽക്കുമ്പോൾ ഖത്തർ എങ്ങനെയാണ് ഇതിനകത്ത് ഖത്തറിൻ്റെ റോൾ എന്താണ്? ഖത്തറിനെ എങ്ങനെയാണ് മിഡിൽ ഈസ്റ്റ് കാണുന്നത്? എന്തുകൊണ്ട് ഖത്തറിനെ ഒരു കാലത്ത് എതിർക്കേണ്ടി വന്നു എന്നത് സംബന്ധിച്ചിട്ട് പറയുന്ന കാര്യം അതും കൂടി ഒന്ന് കേട്ടോളൂ. Could you say a few words about the falling out on the one hand of Saudi Arabia and the UAE on the one hand and Qatar on the other? Are you moving toward a resolution of that situation? It's not a falling out. It's just we don't want to have anything to do with them. Minister of Foreign Affairs. Okay. The Qataris since the mid-90s have been sponsoring radicals. They have been inciting people. They have become a base for the leadership for the Muslim Brotherhood, and the Muslim Brotherhood, you have to keep in mind, is what begot us Takfir and Hijrah, which begot us Al-Qaeda, which begot us Al-Nusra. The Qataris allow their senior religious clerics to go on television and justify suicide bombings. That's not acceptable. The Qataris harbor and shelter terrorists. That's not acceptable. And Nashri, the head of Al-Qaeda in the Arabian Peninsula in 2000, entered Saudi Arabia on a Qatari passport. We captured Al-Qaeda types coming into Saudi Arabia with Qatari passports. The Qataris know this. The Americans know this. The world knows this. The Qataris are funding dissidents in the Emirates and Bahrain and Saudi Arabia and in Kuwait in order to cause problems for those governments and to create instability. Why would you do this? The Qataris pay ransom to terrorist groups, including $500 million to Hezbollah in Iraq, $50 million to Qasem Soleimani, according to text messages between the Qatari ambassador in Iraq and the foreign minister of Iraq, including I don't know how much to Hezbollah in Lebanon. Is that acceptable? If we gave $1 to Hezbollah in Iraq, we'd be sued in a court down the street. And so the Qataris use their media platforms to spread hate,
the Qataris send weapons to Al-Qaeda affiliated militias in Libya. The Qatari Emir was conniving with Gaddafi on how to overthrow Saudi Arabia. The Qataris connected Gaddafi with a Saudi dissident in London who they fund, who connected the Libyans with a group in Mecca with the objective of assassinating the then Crown Prince, later King of Saudi Arabia. Is this acceptable? We have phone conversation that the Libyans gave us after they overthrew Gaddafi, where the then Emir of Qatar is telling Gaddafi how he's recruiting princes and tribal leaders and military officers and members of the royal family to cause mischief and destabilize Saudi Arabia, and predicted that within 10 years there would be no royal family in Saudi Arabia. Is this acceptable? They do the same thing in Bahrain and in Kuwait and in the Emirates. So in 2012, we cut off relations with them, the same countries. And a year later, they came back and agreed that they will end all of this nonsense. And they signed an agreement. And nothing happened. So this time, we said, you know what? We're not going to deal with you. Unless you change. This, we will not allow you. There's a list of terror finances that the US puts out, the UN puts out. And a number of them are living openly in Qatar, raising money and giving it to bad people. Is this acceptable? Shouldn't be. Why do the Qataris get away with it? Because I think people see a young country, young leadership, they buy fancy buildings, they have a nice airline, and they think, wow, these guys are really modern. But we have to deal with the dark side that I just explained. And so that's why we said, unless you change, we're not going to deal with you. Now, what happened since we took this action? They signed an MOU with the US on terror financing that they had refused to sign before. They changed their laws to allow the introduction of evidence provided by a foreign government. They reduced their support for Hamas, which opened the door for reconciliation among the Palestinians. All of these are good things. Now we're waiting for them to continue to implement all the things that they promised to implement. They refuse to engage in a dialogue about implementing these issues, and we refuse to talk to them. And so for us, and we've said this to them, we've taken the steps that we took. No dealing with Qatar. You can't overfly airspace. You can't import things from our market. We will not, the military cooperation is still ongoing because that's a GCC issue, and with the US, so we do that. But the other stuff is all frozen until they change. And I hope they change. And if they don't change, we're patient people. We'll wait for 10, 15, 20 years, 50 years. How long did it take you with Castro in Cuba? We can do the same with Qatar. We'll have no issue. It would be nice of them if they acknowledge that they have a problem, and then they can fix the problem. And the problem with the Qataris is they're still in denial. And we need to move them from denial to introspection so they can fix the problem. We have no hostility towards Qatar. We just vehemently oppose their behavior, which is very dangerous to us and has endangered our citizens and has endangered our security. And that's why we took the steps we took. Okay. കാര്യങ്ങൾ ക്ലിയർ ആയി തോന്നുന്നു. നമ്മൾ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ റീപ്ലൈ ചെയ്യുക, സ്ലോ ഡൗൺ ചെയ്ത് നിങ്ങൾ കേൾക്കുക, വേർഡ് ബൈ വേർഡ് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഇവിടെ എന്താണ് പ്രോബ്ലം എന്നും അതിലെന്താണ് അവർ ചെയ്ത ഗുഡ് തിങ്സ് എന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് അതിനെ ഭാവിയിൽ അവർ കാണുന്നത്, ഇതെല്ലാം നമ്മളവിടെ കാണുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഇതാണ്, ടെറർ ഫണ്ടിങ്ങും അതിനുള്ള ബാക്കിങ്ങും അതിന് വേണ്ടിയിട്ടുള്ള കൺസ്പിറസീസ് ഉണ്ടാക്കുന്നത് പോലും ഇതിലെല്ലാം ഖത്തറിന് ഫണ്ടുണ്ട് എന്നുള്ളത് ഇന്ന് നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും അറബി ലോകത്ത് അറബ് രാഷ്ട്രങ്ങൾ സമ്മതിക്കുന്ന അവർക്ക് തിരിച്ചറിവുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ ഈ യുക്തിവാദികൾ അല്ലെങ്കിൽ കുറേ വോക്ക് ഉണ്ണാക്കന്മാർ, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുറേ ഈ പറയുന്ന കുറേ ആളുകളുണ്ടല്ലോ, ഈ ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ, ഇവർക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല എന്നതുകൊണ്ട്
അവിടെ ഇസ്രായേൽ ഇപ്പോൾ അത് കേട്ട് പനി പിടിച്ചിട്ട് അവർ ചെയ്യാണ്ടിരിക്കണമെന്നില്ല. ഇവരിവിടെ നാളെ പ്രക്ഷോഭം നടത്തിയെന്ന് വിചാരിച്ചിട്ട് അവർ ഇസ്രായേൽ നടത്താൻ പോകുന്ന ഏതെങ്കിലും സ്ട്രൈക്ക് റൂട്ട് മാറ്റി പിടിക്കാനൊന്നും പോകുന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി, ഇവിടെ കുറേ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട്, ഇതുപോലെയുള്ള ഈ ജിഹാദി കൂട്ടങ്ങളുടെ ഏതെങ്കിലും വോട്ട് 4 തരപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിന് വലിയ റോളൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം തീരണമെന്നുണ്ടെങ്കിൽ, ഈ ജിഹാദി ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നത് തീരണമെന്നുണ്ടെങ്കിൽ അതിന് ഇസ്രായേൽ നടത്തുന്ന പണിയെ നടത്തിയിട്ടേ കാര്യമുള്ളൂ. അതിൽ സത്യം പറഞ്ഞാൽ ഇറ്റ് വാസ് ലോങ് ഓവർ ഡ്യൂ. ഇതാണ് നമ്മൾ പറയുക. ഇതെന്നോ നടക്കേണ്ടതായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഖത്തറിനകത്ത് ഹമാസിൻ്റേതായിട്ടുള്ള ആളുകൾ ജീവിക്കുന്നു. അവർക്ക് വേണ്ട ഫണ്ട് ഒരുക്കി കൊടുക്കുന്നു. നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾക്ക് ഇവിടുന്ന് പൈസ അയച്ചു കൊടുക്കുന്നു. ഇതേപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ യൂണിവേഴ്സിറ്റികളിലടക്കം ഫണ്ട് ചെയ്തുകൊണ്ട് ഈ ടെററിന് ഉള്ള മണ്ണൊരുക്കുന്ന പണി ഖത്തർ ചെയ്യുമ്പോൾ അതിന് നോക്കി നിൽക്കാൻ മിഡിൽ ഈസ്റ്റിന് സാധിക്കില്ല. കാരണം എന്താണ്, മിഡിൽ ഈസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു ത്രെട്ട് എന്ന് പറയുന്നത് ഖത്തറാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഈ ഹമാസിന് വേണ്ട ഫണ്ടിങ് കുറച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഗത്യന്തരമില്ലാതെ ഈ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടെന്നാണ് ഖത്തർ തന്നെ പറയുന്ന അവസ്ഥ ഉണ്ടായി, ഒന്ന് ഒഴിഞ്ഞു പോകൂ പ്ലീസ് എന്ന്. ആരോട്? ഹമാസിനോട്. ഞങ്ങൾക്കും കൂടി നാണക്കേടായി തുടങ്ങി നിങ്ങളുടെ ഈ പേക്കൂത്ത് കാരണം എന്ന് വരെ പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ഒക്ടോബർ 7 ശേഷമുള്ള കാലഘട്ടത്തിൽ ഈ സീസ് ഫയറൊക്കെ ചർച്ച കൂടുതൽ കൊടുമ്പിരി കൊണ്ട ഒരു ഘട്ടത്തിൽ ഖത്തർ നേരിട്ട് പറഞ്ഞു ഹമാസിനോട് ഒഴിഞ്ഞു പോ എന്ന് പറഞ്ഞു. പക്ഷേ എന്താ പ്രശ്നം, ഒഴിഞ്ഞു പോ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ നമ്മൾ മറ്റേ മണിച്ചിത്രത്താഴിൽ പറയുന്ന മാതിരി യഥാർത്ഥ മനോരോഗിയുടെ അടുത്ത് പറയണ്ടേ. മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ആരാണ്? അത് ഈ ഹമാസ് തന്നെയാണ്. അപ്പോൾ ഈ ഖത്തർ തന്നെയാണ്. ഖത്തർ സ്വയമാണ് പറയേണ്ടത് ഒഴിഞ്ഞു പോകുന്നത്. നമ്മൾ പണ്ടൊരു സിനിമയിൽ ഒരു കഥ പറയാറുണ്ടല്ലോ, ഒരു ഡോക്ടർ ഇങ്ങനെ വന്നിട്ട് ഒരു പേഷ്യൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, സർജറി നടക്കാൻ പോവുക. അപ്പോൾ രോഗിയുടെ അടുത്ത് പറയും, പേടിക്കണ്ട രമേശ്, കാര്യങ്ങളൊക്കെ വളരെ ശരിയാവും, ധൈര്യമായിട്ടിരിക്കൂ എന്നൊക്കെ രോഗിയുടെ അടുത്ത് ഇങ്ങനെ പറയണം. അപ്പോൾ രോഗി പറയും, അതിന് എൻ്റെ പേര് രമേശ് എന്നല്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടർ പറയും, ഇത് എൻ്റെ പേര് തന്നെയാണ് രമേശ്, എന്നോട് തന്നെയാണ് പറഞ്ഞത് എന്ന് പറയുന്ന അവസ്ഥയിൽ. അതായത് ഒഴിഞ്ഞു പോ എന്ന് സത്യത്തിൽ ഖത്തർ പറയുമ്പോൾ അത് കൊള്ളുന്നതായിരിക്കുക ഖത്തറിന് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം അത് ഒഴിഞ്ഞു പോ എന്ന് പറഞ്ഞാൽ തീരുന്ന കാര്യമല്ല. അതിന് ആക്ഷൻസ് വേണം. ആ ആക്ഷൻ എടുക്കാതെ അത് അവിടെ തുടർന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി തുടർന്നുകൊണ്ട് ഇതുപോലെ വെറും വാക്കുകളിൽ ഒതുങ്ങിയാൽ അത് നടക്കില്ല. അതിന് നമ്മൾ ഈ പറയുന്ന കാര്യം തന്നെ പറയണം. അവിടെ നമുക്ക് എന്ന് പറയാതെ നിവൃത്തിയില്ല. അവിടെയാണ് അതിൻ്റെ ആ ഒരു വ്യത്യാസം നമ്മൾ പറയുന്നതും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കണമെന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത് അതല്ല. ഖത്തറിനെ പിന്താങ്ങുക, ഖത്തറിലേക്ക് കടന്നുകൊണ്ട് അവിടെ അറ്റാക്ക് നടത്തിയതിൽ വലിയ വിഷമം എന്നൊക്കെ പറഞ്ഞ് രേഖപ്പെടുത്തുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതൊന്നും ശരിയല്ല എൻ്റെ പൊന്നെണ്ണന്മാരെ. അപ്പോൾ ഇവിടുത്തെ പോക്കുണ്ണാക്കന്മാർ ഇനിയെങ്കിലും കണ്ണു തുറന്നൊന്ന് കാണുക. ഇവിടുത്തെ പ്രക്ഷോഭം നടത്താൻ പോകുന്ന ആളുകൾ, ഈ കമ്മ്യൂണിസ്റ്റുകാർ, നിങ്ങൾക്ക് വോട്ടൊക്കെ ചിലപ്പോൾ 4-5 കൂടുതൽ കിട്ടിയെന്ന് വരും. പക്ഷേ അപ്പുറത്ത് 10,000 കണക്കിന് വോട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് ചോർന്നു. കാരണം ഇന്ന് പാർട്ടി ക്ലാസ്സിലൂടെ അല്ലാതെയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വഴി ഇന്ന് നാട്ടുകാർക്കുണ്ട്. അപ്പോൾ ആ ബോധം നിങ്ങൾക്കുണ്ടായാൽ കൊള്ളാം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.